അഭ്യൂഹങ്ങൾക്കിടെ വീണ്ടും വീഡിയോ പുറത്തുവിട്ട് നെതന്യാഹു. പിന്നാലെ സോഷ്യൽ മീഡിയയിൽ സംശയങ്ങൾ വർദ്ധിച്ചിരിക്കുകയാണ്. ഇറാനിലെ ജനങ്ങൾക്ക് പുതുവത്സര ആശംസകൾ നേർന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. പേർഷ്യൻ പുതുവത്സര ആഘോഷമായ നൗറൂസിന് മുന്നോടിയായാണ് ആശംസ നേർന്നത്. ഇറാനിലെ ധീരരായ ജനങ്ങൾക്ക് പ്രകാശം നിറഞ്ഞ സന്തോഷകരമായ അവധിക്കാലം ആശംസിക്കുന്നുവെന്നാണ് നെതന്യാഹു വീഡിയോ സന്ദേശത്തിൽ പറഞ്ഞത്. വെളിച്ചം ഇരുട്ടിനെ അതിജീവിക്കുമെന്നും നന്മ തിന്മയെ ജയിക്കുമെന്നുമാണ് ഇറാനിലെ ജനതയുടെ കാലാകാലമായുള്ള വിശ്വാസമെന്ന് അദ്ദേഹം വീഡിയോയിൽ പറയുന്നുണ്ട്. ഈ വർഷത്തെ ആഘോഷങ്ങൾക്ക് പ്രത്യേക അർത്ഥമുണ്ട്. നൗറൂസ് ആശംസകൾ നേരാൻ താൻ ഈ അവസരം ഉപയോഗിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന്റെ ഒരു വർഷം, നിങ്ങൾക്കെല്ലാവർക്കും പ്രതീക്ഷയുടെ ഒരു പുതിയ തുടക്കം ആശംസിക്കുന്നുവെന്നും നെതന്യാഹു പറഞ്ഞു. കൊല്ലപ്പെട്ടെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് നെതന്യാഹുവിന്റെ പുതിയ വീഡിയോ സന്ദേശം പുറത്തു വന്നത്. നേരത്തെ പുറത്തു വന്ന കോഫി ഷോപ്പിലെ വീഡിയോ AI നിർമ്മിത ഡീപ് ഫേക്ക് ആണെന്ന വാദങ്ങൾക്കിടെ നെതന്യാഹുവിന്റെ മറ്റൊരു വീഡിയോയും പുറത്തു വന്നിരിക്കുകയാണ്. സൈനിക വേഷത്തിലും അല്ലാതെയുമുള്ള സ്ത്രീകളോട് നെതന്യാഹു സംസാരിക്കുന്ന വീഡിയോ ആണ് ഔദ്യോഗിക അക്കൗണ്ടിലൂടെ പങ്കുവച്ചിരിക്കുന്നത്. തന്റെ ആരോഗ്യത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങൾക്കും മുൻപ് പ്രചരിച്ച കോഫി ഷോപ്പ് വീഡിയോ ഡീപ് ഫേക്ക് ആണെന്ന വാദങ്ങൾക്കുമിടയിലാണ് നെതന്യാഹു 90 സെക്കൻഡ് ദൈർഘ്യമുള്ള പുതിയ വീഡിയോ പങ്കുവച്ചത്. നിർദ്ദേശങ്ങൾ പാലിക്കൂ, ഒരുമിച്ച് ജയിക്കാമെന്നാണ് വീഡിയോയ്ക്ക് നൽകിയിരിക്കുന്ന അടിക്കുറിപ്പിൽ പറയുന്നത്. നെതന്യാഹുവിന്റെ 6 വിരലുകളുള്ള AI വീഡിയോ പ്രചരിച്ചതിനു പിന്നാലെ അദ്ദേഹം ജീവനോടെ ഇല്ലെന്ന അഭ്യൂഹം പരന്നിരുന്നു. എന്നാൽ ഇസ്രായേൽ ആ വാർത്തകൾ നിഷേധിച്ചു. പിന്നാലെയാണ് ഒന്നിലധികം വീഡിയോകൾ നെതന്യാഹുവിന്റെ ഔദ്യോഗിക അക്കൗണ്ടിൽ നിന്നടക്കം പുറത്തുവിട്ടത്. അതേസമയം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ പുകയുകയാണ്. നെതന്യാഹുവിന്റെ സുരക്ഷയെയും ആരോഗ്യനിലയെയും കുറിച്ച് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ചർച്ചകൾക്ക് മറുപടിയായി അദ്ദേഹം നേരിട്ട് രംഗത്തെത്തിയെങ്കിലും പുറത്തുവിട്ട പുതിയ വീഡിയോകൾ കൂടുതൽ ദുരൂഹതകൾക്ക് വഴിതെളിച്ചിരിക്കുകയാണ്. കൂടാതെ പ്രധാനമന്ത്രിയെ സംബന്ധിച്ച ദുരൂഹതകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മകൻ യായർ നെതന്യാഹുവിന്റെ അസാന്നിധ്യവും ചർച്ചയാകുന്നുണ്ട്. സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ യായിർ പിതാവിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നിട്ടും പ്രതികരിക്കാത്തത് സംശയങ്ങൾക്ക് ബലമേകുന്നു. യായിറിന് എന്തെങ്കിലും സംഭവിച്ചോ എന്ന ചോദ്യവും സോഷ്യൽ മീഡിയയിൽ ഉയരുന്നുണ്ട്. ഏറ്റവും ഒടുവിലായി നെതന്യാഹുവിനെ കുറിച്ചുള്ള മറ്റ് പല വ്യാജ ചിത്രങ്ങളും പ്രചരിക്കുന്നുണ്ട്. ഒരു സ്ക്രീൻഷോട്ടിൽ അമേരിക്കൻ സായുധ സേനയുടെ പേരുപയോഗിച്ച് പ്രചരിക്കുന്ന ചിത്രം ഗ്രോക്കിന്റെ സഹായത്തോടെ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ അത് വ്യാജമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. നെതന്യാഹുവിനെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കാൻ ഡീപ് ഫേക്ക് സാങ്കേതികവിദ്യ ഉപയോഗിച്ചുള്ള വ്യാജ ചിത്രങ്ങളാണിവയെന്നും ഗ്രോക്ക് ഇതിൽ വ്യക്തമാക്കുന്നു. നെതന്യാഹുവോ അദ്ദേഹത്തിന്റെ കുടുംബമോ മരണപ്പെട്ടുവെന്നതിന് യാതൊരു സ്ഥിരീകരണവുമില്ലെന്നും ഗ്രോക്ക് അറിയിക്കുന്നു. ഇറാനുമായുള്ള സംഘർഷം മൂർച്ഛിച്ചിരിക്കെ നെതന്യാഹുവിന്റെ ഓരോ നീക്കത്തെയും വലിയ ജാഗ്രതയോടെയാണ് ലോകം വീക്ഷിക്കുന്നത്. യഥാർത്ഥത്തിൽ നെതന്യാഹു സുരക്ഷിതനാണോ അതോ AI വീഡിയോകൾ വഴി ലോകത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ എന്ന ചോദ്യത്തിന് ഇസ്രായേൽ സർക്കാർ ഇതുവരെ ഔദ്യോഗികമായി മറുപടിയും നൽകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.